MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏത്തപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്വീറ്റ് കട്ട്ലറ്റാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള ഒരു കട്ട്ലറ്റാണിത്. ഇതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായൊന്ന് വഴന്നു വന്നാൽ മതി. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പഴത്തിന് അധികം മധുരമുള്ളതാണെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. പഞ്ചസാരയൊന്ന് മെൽറ്റ് ആകുന്നത് വരെ വഴറ്റിയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഞാൻ 3 ഏത്തപ്പഴം പുഴുങ്ങാനായി വെച്ചിരുന്നു. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതുകൊണ്ട് മാഷ് ചെയ്യാം. ഇപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ച തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. കാൽ കപ്പ് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചായി ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല, ആവശ്യത്തിന് ചേർത്താൽ മതി. ഞാൻ 1/4 കപ്പ് മുഴുവനായി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കട്ട്ലറ്റിന്റെ ഷേപ്പിൽ പരത്തിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാം. എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇതിനി മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം.
രണ്ട് സൈഡും ഇപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബനാന കട്ട്ലറ്റ് തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.